നമസ്കാരം, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ചില അസുഖങ്ങളുണ്ട്, വളരെ ഗൗരവമേറിയവ. ഇവയെ ഒട്ടൊരു ഭയത്തോടെയാണ് നാം നോക്കിക്കാണാറ്. ചികിത്സാ രീതികൾ എത്ര മാറിയാലും കൃത്യമായ ചികിത്സകൾ ലഭ്യമാണെങ്കിൽ പോലും ഇവയെക്കുറിച്ചുള്ളൊരു സ്റ്റിഗ്മ സമൂഹത്തിൽ എന്നും നിലനിൽക്കുന്നു. ഇത്തരത്തിലൊരു അസുഖമാണ് എയ്ഡ്സ് അഥവാ HIV രോഗബാധ. ഈ HIV അണുബാധയെക്കുറിച്ചിട്ട് തന്നെ ധാരാളം തെറ്റിദ്ധാരണകളും നിലവിലുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസസിലെ ഡീൻ റിസർച്ചായ ഡോക്ടർ അജിത് കുമാർ. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, ഇപ്പം നമ്മൾ വല്ലാത്ത ഭയത്തോടു കൂടി, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു കുറച്ചൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പോലും വല്ലാത്ത ഭയത്തോടെ കാണുന്ന ഒരു അസുഖം തന്നെയാണിത്. ഇതിൻ്റെ പ്രധാന കാരണം ഇതുമായിട്ട് നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ തന്നെയാകാം. നമ്മുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ് ഇന്ത്യയിലെ, കേരളത്തിൽ? 1980കളുടെ അവസാനം ഈ രോഗം നമ്മൾ ഇന്ത്യയിൽ പടർന്നതായി കണ്ടുപിടിച്ച ആ കാലത്ത് ഇത് ഇന്ത്യയിലും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിലും എല്ലാത്തരം ആൾക്കാരിലും പടർന്നു പിടിക്കും എന്ന ഒരു ധാരണയിലാണ് നമ്മളുണ്ടായിരുന്നത്. പക്ഷെ നമ്മളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. ഇപ്പോൾ ഏകദേശം 0.3% 0.3% ആൾക്കാരിലാണ് ഈ രോഗം ബാധിച്ചിട്ടുള്ളതായിട്ട് നമുക്ക് ഇപ്പോൾ അറിയാവുന്നത്. ഏകദേശം 2.1 മില്യൺ ആൾക്കാർക്ക് ഈ രോഗം ഉള്ളതായിട്ടാണ് ഇന്ത്യയിൽ കണക്കാക്കിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിൽ അതിലും വളരെ കുറവാണ്. 0.1% ആൾക്കാർക്ക് മാത്രം, ഏകദേശം ഒരു 21,000 മുതൽ 25,000 വരെ രോഗബാധിതരുള്ളതായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ നേരത്തെ പറഞ്ഞു ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രധാനമായും ഉണ്ടായത്? പ്രധാനമായും 2 തരം പ്രവർത്തനങ്ങളാണ്. ഒന്ന് ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്, പൊതുജനങ്ങൾക്ക് ഉള്ള ഇതേപ്പറ്റിയുള്ള ഒരു നോളജ് ഉണ്ടാക്കുക, അതുവഴി തന്നെ പ്രിവെൻഷനുള്ള കാര്യങ്ങൾ ചെയ്യുക. രണ്ടാമത് ചികിത്സ ആദ്യത്തെ ഒരു 10 വർഷം ചികിത്സ ശരിയായി അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് HIV മറ്റേത് രോഗം പോലെയോ ചികിത്സിക്കാവുന്ന ഒരു രോഗമായിട്ട് മാറിയിട്ടുണ്ട്. ഈ ചികിത്സ ഗവൺമെൻറ് വഴിയും അല്ലാതെയും അവൈലബിൾ ആണ്. ഓക്കെ. ഈ കണക്കുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മളിപ്പോൾ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ജനസംഖ്യയും അതിനൊരു കാരണമല്ലേ ശരിക്കും പറഞ്ഞാൽ കണക്കിൽ അല്ലെങ്കിൽ പട്ടികയിൽ ഇടം പിടിക്കുന്നത്? 3-ാം സ്ഥാനം എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ആൾക്കാർ, ഈ രോഗബാധിതരായവരുടെ എണ്ണം നോക്കിയിട്ടാണ്, പെർസെൻറ്റേജ് വെച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പട്ടികയിൽ ഇടം പിടിക്കുന്നത് അല്ലേ? ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം ഈ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നാണോ, എങ്ങനെയാണ്, ഏതെങ്കിലും ഏജൻസികൾ വഴിയാണോ ഇത്തരം അവയർനെസ് പ്രോഗ്രാംസ് ഒക്കെ നടത്തുന്നത്? ഇന്ത്യയിലെ HIV വിരുദ്ധ പ്രവർത്തനങ്ങൾ ഒരുവിധമെല്ലാം ഗവൺമെൻറ് വഴി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ സഹായത്തോടു കൂടിയോ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ വഴിയോ ആണ് എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഇത് 3 തരത്തിൽ നമുക്ക് തിരിക്കാം. ഒന്ന്, അന്താരാഷ്ട്ര സംഘടനകളുടെ സഹായത്തോടു കൂടി ചെയ്യുന്നത്, ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടി ചെയ്യുന്നത്, ഇന്ത്യയിലെ തന്നെ NGOs, നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ചെയ്യുന്നതായിട്ട്. ഈ അന്താരാഷ്ട്ര സംഘടനകൾ എങ്ങനെയാണ് നമ്മൾ അവരുമായിട്ട് ഇടപെടുന്നതും, എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷനൊക്കെ നടക്കുന്നത്? പ്രധാനമായും എല്ലാ അന്താരാഷ്ട്ര സംഘടനകളുമായിട്ടും ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഗവൺമെൻറ് വഴി തന്നെയാണ്. ഗവൺമെൻറ്റും ആ സംഘടനകളുമായിട്ടോ ആ രാജ്യങ്ങളുമായിട്ടോ ഉണ്ടായിട്ടുള്ള കോൺട്രാക്റ്റുകൾ കൃത്യമായ പ്രോഗ്രാംസ് ഇന്ത്യയിൽ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറുണ്ടാവുകയും ആ കരാർ പ്രകാരം ഇന്ത്യയിൽ പ്രോഗ്രാം നടത്തുകയും ചെയ്യും. കേരളത്തിൽ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് പല ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇത് അസുഖം എന്താണെന്ന് പോലും അറിയാത്തവർക്ക് അറിയാതെ ഇത് പിടിക്കുകയും പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവരെ ഒറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. അപ്പോൾ എങ്ങനെയാണ് ഈ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ ഈ കൂടുതൽ വികസനം എത്താത്ത സ്ഥലങ്ങളിലേക്ക് ഇവ എത്തിക്കാൻ നമ്മളുടെ ഈ പ്രവർത്തനങ്ങൾ? കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യങ്ങൾ വളരെ മുന്നിലാണെന്ന് ഞാൻ പറയും. കാരണം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു 0.1% ആൾക്കാർക്ക് ഈ രോഗം ബാധിച്ചിട്ടുള്ളൂ. ഈ രോഗം ബാധിക്കുന്നത് പോലും നമ്മൾ കാണുന്നത് പലരും കേരളത്തിന് പുറത്തു നിന്ന് രോഗം ബാധിച്ച് നമ്മുടെ നാട്ടിൽ വരികയും, ഈ രോഗത്തിനൊരു പ്രത്യേകതയുണ്ട്, ആദ്യത്തെ 5-8 വർഷത്തേക്ക് യാതൊരു ലക്ഷണങ്ങളും കാണിക്കുന്നില്ല.
പിന്നീട് രോഗലക്ഷണങ്ങൾ വരുന്ന സമയത്ത് മാത്രമാണ് ഇവരെ ആശുപത്രിയിലോ ഏതെങ്കിലും രക്തപരിശോധനയുടെ ഭാഗമായി പരിശോധന ചെയ്യുമ്പോഴാണ് രോഗമുള്ളതായിട്ട് അറിയുന്നത്. ആദ്യ വർഷങ്ങളിൽ സ്റ്റിഗ്മ കണ്ടമാനം ഉണ്ടായിരുന്നു, വേർതിരിച്ച് നിർത്തിയിരുന്നെങ്കിലും ഇന്ന് ഇത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഒരുവിധം എല്ലാ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും രോഗബാധിത ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇപ്പോൾ ഉണ്ട്. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ചികിത്സയ്ക്കുള്ള സൗകര്യങ്ങളും ഉണ്ട്. ചില കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുകളിലും താലൂക്ക് ആശുപത്രികളിലും ചികിത്സയ്ക്കുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഒരുവിധം അങ്ങോളം ഇങ്ങോളം ചികിത്സ ലഭ്യമാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഓക്കെ, ഇപ്പോൾ 8 വർഷമൊക്കെ ലക്ഷണങ്ങളില്ലാതിരിക്കുന്ന ഒരവസ്ഥ തന്നെ നമ്മൾ പെട്ടെന്ന് രോഗനിർണയത്തിന് ഒരു എന്തെങ്കിലും കാരണവശാൽ ഡോക്ടറെ അടുത്ത് പോവുകയോ എനിക്കിങ്ങനെ ഒരു ടെസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യാൻ സാധ്യത കുറവാണല്ലോ. എങ്ങനെയാണ് അപ്പോൾ നമ്മളിത് പ്രാരംഭഘട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയുക? നമ്മൾ സാധാരണ ടെസ്റ്റ് ചെയ്യുന്ന വീണ്ടും ഒരു 3 തരത്തിലുള്ള രോഗികളെ നമ്മൾ കാണാറ്. ഒന്ന്, HIV രോഗത്തിൻ്റെ ലക്ഷണങ്ങളുമായിട്ട് ഡോക്ടറുടെ അടുത്ത് വരുമ്പോൾ ഈ ടെസ്റ്റിനെ പറ്റി ആവശ്യം. ഉദാഹരണം TB എല്ലാവർക്കും വരാം, പക്ഷേ HIV ബാധിതർക്ക് TB വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ വല്ലാതെ ശരീരം മെലിയുന്നു, സാധാരണ കാണാത്ത തരത്തിലുള്ള ചില ന്യൂമോണിയകൾ വരുന്നു, അല്ലെങ്കിൽ മെനിഞ്ചൈറ്റിസ് വരുന്നു. ഇത്തരം രോഗങ്ങൾ കാണുമ്പോൾ ഡോക്ടർക്ക് സംശയം തോന്നി HIV രോഗത്തിനുള്ള ടെസ്റ്റ് കൂടെ നമ്മൾ ചോദിക്കുന്നു. അതാണ് ഒരു വഴി. ഇപ്പോൾ കേരളത്തിലെ എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് ബാധിക്കാതിരിക്കാനുള്ള ചികിത്സ കൊടുക്കുന്നതിനായിട്ട്. അപ്പോൾ ഒരു സ്ത്രീ, ഗർഭിണിയായ ഒരു സ്ത്രീ HIV പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ കാണുമ്പോൾ അവരുടെ ഹസ്ബൻഡിനെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യും. അങ്ങനെ ആ ഒരു ഫാമിലിയിലെ HIV പറ്റി നമ്മൾ അറിയാം. മൂന്നാമത്, സ്വയം സംശയം തോന്നി ഏതെങ്കിലും ഒരു സാധ്യത ഉണ്ട് എന്ന് അവർക്ക് തന്നെ തോന്നുകയാണെങ്കിൽ, ഒരു വ്യക്തിക്ക് തോന്നുകയാണെങ്കിൽ അവർക്ക് ടെസ്റ്റിംഗ് സെൻ്ററുകളിൽ വന്ന് ടെസ്റ്റ് ചെയ്യും. ഡോക്ടർ, ഇപ്പോൾ ലക്ഷണങ്ങളിൽ TBയെ കുറിച്ച് പറഞ്ഞു. നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിയെ ഇല്ലാതാക്കുകയാണ് ഈ അസുഖം ചെയ്യുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റു പല അസുഖങ്ങൾ വന്നാൽ ഇതുപോലെ തന്നെയായിരിക്കും, അസുഖം മാറാത്തൊരവസ്ഥ വരികയാണോ ചെയ്യുന്നത്? അതെ, 2 തരത്തിലുള്ള ഈ രോഗത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും കാണിക്കില്ല. പിന്നീട് സാധാരണ എല്ലാവർക്കും വരാവുന്ന അസുഖങ്ങൾ ലൈക്ക് TB പോലെയുള്ള, അല്ലെങ്കിൽ വായിൽ പൂപ്പൽ പോലെയുള്ള, വയറിളക്കം പോലെയുള്ള ചില അസുഖങ്ങൾ നീണ്ടു നിൽക്കുകയും സാധാരണ അല്ലാത്ത ലക്ഷണങ്ങളോടുകൂടി പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും. വളരെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ സാധാരണ മനുഷ്യർക്കുണ്ടാവാത്ത തരത്തിലുള്ള രോഗങ്ങൾ പോലും ഇവർക്ക് വരുന്നു. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നോക്കിയാണ് ഡോക്ടർ സംശയിക്കുന്നത്, രോഗമുണ്ടോ ഇല്ലയോ എന്ന് സംശയിക്കുന്നത്. പക്ഷേ ഇതിൽ കാണുന്ന പല അസുഖങ്ങളും HIV മാത്രമല്ല കാണുന്നത്, പ്രതിരോധ ശക്തി കുറയുന്ന മറ്റു പല അസുഖങ്ങളിലും കാണാം. പക്ഷേ നമ്മളുടെ നാട്ടിൽ നമ്മൾ സാധാരണ ഇപ്പോൾ കാണുന്നത് HIV ആണെന്ന് മാത്രം. ഉദാഹരണത്തിന് പല ക്യാൻസർ വരുന്നവർക്കും ഇതേപോലത്തെ ലക്ഷണങ്ങൾ വരാം. അപ്പോൾ അതുകൊണ്ട് ഒരു ലക്ഷണം കൊണ്ട് മാത്രം ഒരാൾക്ക് HIV ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഡോക്ടർ, ഇപ്പോൾ നമുക്ക് ഹൃദയ സംബന്ധമായ അസുഖം വന്നാൽ കാർഡിയോളജിസ്റ്റിനെ കാണണം എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അല്ലെങ്കിൽ പൾമനോളജിസ്റ്റിനെ കണ്ടാൽ ശ്വാസകോശത്തിൻ്റെ പ്രശ്നങ്ങൾ അറിയാം. ഇപ്പോൾ HIV എന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്, ഏത് ഡോക്ടറെയാണ് കാണേണ്ടതെന്നുള്ളതാണ്? HIV ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഒരു വ്യക്തി സാധാരണ ഏത് ഡോക്ടറെയും കാണാം. പക്ഷേ HIV ചികിത്സയ്ക്ക് കേരളത്തിലെ എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും HIV ചികിത്സയ്ക്ക് ഒരു കേന്ദ്രമുണ്ട്. ART സെൻറ്റർ എന്നാണ്, അല്ലെങ്കിൽ ഉഷസ് കേന്ദ്രങ്ങൾ എന്ന പേരിട്ടിട്ടുള്ള കേന്ദ്രങ്ങളിൽ പോയി അവിടെ നിന്ന് ശരിയായ ചികിത്സ കിട്ടും. പക്ഷേ HIV രോഗമുണ്ടോ എന്നറിയാനോ HIV രോഗം ഉള്ളത് കൊണ്ട് മാത്രം മറ്റു രോഗങ്ങൾ വരുന്നത് കൊണ്ടോ ഒരു സ്പെഷ്യലിസ്റ്റിനെ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അവർക്കുള്ള എല്ലാ അസുഖങ്ങളും സാധാരണ ഏത് ഡോക്ടർക്കും ചികിത്സിക്കാവുന്നതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടെസ്റ്റിന് ഡോക്ടർ പറഞ്ഞു എന്ന് പറയുമ്പോൾ പോലും അത് മറ്റുള്ളവർ അറിയരുത്, വല്ലാത്തൊരു ഭയത്തോടു കൂടി, ഇത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഈ ടെസ്റ്റ് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഭയമോ നാണക്കേടോ ഒക്കെ ഉള്ള ആളുകളെ നമ്മൾക്ക് കാണാം. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കണമെന്നുണ്ടോ? ഉണ്ട്. എവിടെയാണെങ്കിലും, ഏത് ആശുപത്രിയിലാണെങ്കിലും, ടെസ്റ്റിംഗ് സെൻറ്ററിലാണെങ്കിലും ഈ രോഗത്തിൻ്റെ എല്ലാ വിവരങ്ങളും പൂർണ്ണമായും രഹസ്യാത്മകമായിട്ട് തന്നെയാണ് സൂക്ഷിക്കുന്നത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്റെ സംശയം,
ഒരു HIV പേഷ്യന്റുമായിട്ട് HIV രോഗമുള്ള ഒരാളുമായിട്ട് സെക്ഷൽ ഇന്റർകോഴ്സ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത് ആ രോഗം ആ വ്യക്തിയിലേക്ക് പകർന്നിട്ടുണ്ടെന്നുള്ളത് എത്ര നാളുകൊണ്ടാണ് ആ ടെസ്റ്റ് ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. സാധാരണ നമ്മൾ 3 മാസം വരെ കാത്തു നിൽക്കണം ടെസ്റ്റ് ചെയ്യാനായിട്ട്. 3 മാസത്തിനുള്ളിൽ ഒരു നെഗറ്റീവ് റിസൾട്ട് കിട്ടിയത് കൊണ്ട് നമുക്ക് ഇല്ല എന്ന് ഉറപ്പുവരുത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇതുപോലൊരു സംശയം വന്ന ഒരാൾ ഇതുപോലെ ഡോക്ടർ പറഞ്ഞു നെഗറ്റീവ് ആകാൻ സാധ്യതയുണ്ട്, അപ്പോൾ പിന്നെ കുറച്ച് ആൾ 3 മാസം കഴിയുമ്പോഴും നമ്മൾ സാധാരണ 6 മാസം കഴിയുമ്പോഴും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യാനായിട്ട് അവരെ ഉപദേശിക്കും. 6 മാസത്തിന് ശേഷവും നെഗറ്റീവ് ആണെങ്കിൽ പിന്നെ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇത് പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണെങ്കിൽ പോലും ഇത് പകരുന്നത് എങ്ങനെയാണെന്ന്. കാരണം പലപ്പോഴും ഒരുപാട് തെറ്റിദ്ധാരണകൾ, തൊടാൻ പോലും മടിക്കുന്ന ഒരവസ്ഥ നമ്മൾ നിലനിന്നിരുന്നു എന്ന് പാസ്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ ചിലയിടങ്ങളിലൊക്കെ ഇപ്പോഴും അത്തരം സ്റ്റിഗ്മ ഇപ്പോഴും ഉണ്ട്, ഡിസ്ക്രിമിനേഷൻ ഇപ്പോഴും ഉണ്ട്. പക്ഷേ പണ്ടത്തേതിനേക്കാൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. പകരുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അസുഖം കിട്ടുന്നത് ലൈംഗിക ബന്ധത്തിലൂടെയാണ്. പക്ഷേ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള വഴി രക്തത്തിലൂടെയാണ്. അതായത് ഒരു യൂണിറ്റ് ബ്ലഡ് HIV ബാധിച്ച രക്തം ഒരു രോഗമില്ലാത്ത ഒരാൾക്ക് നമ്മൾ ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ ഓൾമോസ്റ്റ് 100% ഉറപ്പാണ് അദ്ദേഹത്തിന് രോഗം കിട്ടുമെന്ന്. മൂന്നാമത് രോഗബാധിതയായ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് പകരാം. നാലാമത് രക്തം പോലെ തന്നെ ഉപകരണങ്ങൾ, അതായത് HIV ബാധിതരായവരുടെ സർജറി ചെയ്യുകയോ ഏതെങ്കിലും ബ്ലഡ് എടുക്കുകയോ ചെയ്തിട്ട് നമ്മൾ ആവശ്യം പോലെ വൃത്തിയാക്കാതെ ഉപയോഗിച്ച ഉപകരണങ്ങളിൽ നിന്ന് പകരാം. ഈ 4 വഴിക്ക് മാത്രമേ HIV പകരുള്ളൂ, ബാക്കി ഒരു വിധത്തിലും പകരില്ല. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തുടരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞല്ലോ. ഇപ്പം ഉദാഹരണത്തിന് ഇങ്ങനെ അസുഖമുള്ളവർ ഒരു മുടി വെട്ടാൻ പോകുന്നു അല്ലെങ്കിൽ ഷേവ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ നമ്മുടെ പരിസരത്ത് ഒരാൾക്ക് ഇതുണ്ടെങ്കിൽ പലർക്കും സംശയമാണ് ഇങ്ങനെ നമുക്ക്, കാരണം ഈ ബ്ലഡിൻ്റെ ചെറിയൊരു ഇതുണ്ടെങ്കിൽ പോലും ഇത് പകർന്നേക്കാം എന്നുള്ളൊരു ധാരണയുണ്ട്. എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, നമ്മൾ രക്തം പുറത്തു വരുന്ന വിധത്തിൽ ചെയ്യുന്ന ഏത് പ്രവർത്തിക്കുകയാണെങ്കിലും ഡിസ്പോസിബിളായിട്ട്, അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം ആ ഉപകരണം നശിപ്പിച്ച് കളയണം. ഇപ്പോൾ എല്ലാ ബാർബർ ഷോപ്പിലും ഒരു ബ്ലേഡ് മാറ്റുന്നുണ്ട്, പണ്ട് ഉപയോഗിച്ചിരുന്ന പോലെ അല്ല ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ബാർബർ ഷോപ്പിൽ നിന്ന് ഇപ്പോൾ ഈ രോഗം പകരാനുള്ള സാധ്യത ഇല്ല. മാത്രമല്ല ഫ്രഷ് ബ്ലഡ് ആണെങ്കിൽ ഈ ട്രാൻസ്മിഷനുള്ള ചാൻസ് ഉള്ളൂ. ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ 1 ദിവസം മുമ്പോ ഉപയോഗിച്ചിരുന്ന ഒരു ഉപകരണം ഇതിൽ നിന്ന് പകരാനുള്ള സാധ്യതയെല്ലാം വളരെ കുറവാണ്. ഫ്രഷ് ബ്ലഡ് ആണെങ്കിൽ വളരെ ചെറിയൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ബാർബർ ഷോപ്പിൽ ആരും ഉപയോഗിച്ച ബ്ലേഡ് വീണ്ടും ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് കാരണം ഈ HIV രോഗബാധയുടെ ആദ്യകാലങ്ങളിൽ പല സ്ഥലങ്ങളിലും ബാർബർ ഷോപ്പിലെ ജോലിക്കാർക്കും മറ്റും പലതരത്തിലുള്ള ട്രെയിനിങ് കൊടുത്തതായിരുന്നു. ഇപ്പോൾ അവർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ ആണ് നമ്മൾ ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാളുടെ വീട്ടുകാർക്ക്, ബന്ധുക്കൾക്കൊക്കെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ, അപ്പോൾ അതിന് നമ്മൾ അവയർനെസ് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടോ? ഉണ്ട്. അവയർനെസ്, അതായത് HIV രോഗബാധിതനായ ഒരാൾ ART ക്ലിനിക്കിൽ, അതായത് ഉഷസ് ക്ലിനിക്കിൽ വന്നാൽ നമ്മൾ രോഗിയുടെ ബന്ധുക്കളെ, രോഗിക്ക് ആരോടൊക്കെ നമ്മൾ സംസാരിക്കണമെന്നുണ്ടോ അവർക്കെല്ലാം കൗൺസിലിങ്ങും ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കുകയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടെസ്റ്റിനെ കുറിച്ചിട്ടാണ് അടുത്ത. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടെസ്റ്റ്? എല്ലാ ക്ലിനിക്കുകളിലും ഇപ്പോൾ മെഡിക്കൽ കോളേജുകളിൽ ഇതിൻ്റെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ടെസ്റ്റ് എങ്ങനെയാണ്? നമുക്ക് ഫ്രീ ആയിട്ടാണോ ചെയ്തു കൊടുക്കുന്നത്? കോസ്റ്റ് ഉണ്ടോ? HIV സംബന്ധിച്ചുള്ള എല്ലാ സർവീസസും ഫ്രീ ആണ്. ടെസ്റ്റ്, ചികിത്സ, അനുബന്ധ ചികിത്സകൾ, അഡ്മിഷൻ വേണമെങ്കിൽ അത് എല്ലാം ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊക്കെ എവിടെ നിന്നാണ്? സർക്കാരിൻ്റെ ഭാഗത്ത് മാത്രമാണോ? സർക്കാരിൻ്റെ ഭാഗത്ത് തന്നെ. അപ്പോൾ അതിനൊന്നും യാതൊരു എന്താ പറയുക, ഇപ്പം പൈസയുള്ളവർക്ക്, സാമ്പത്തികമായി മുന്നിൽ നിൽക്കുന്നവർക്ക് അത് ലഭിക്കില്ല, അങ്ങനെയൊന്നുമില്ല. ആരായിരുന്നാലും സൗജന്യമാണ് എല്ലാ തരത്തിലും. BPL എന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നപ്പോൾ BPL ആവാനുള്ള ഒരു ക്രൈറ്റീരിയ മാരക രോഗങ്ങളാണ്. അതിൽ HIV, TB, ലെപ്രസി അങ്ങനെ പല ഉണ്ട്. അപ്പോൾ
ഈ രോഗമുണ്ട് എന്നുള്ളത് തന്നെ ഫ്രീ ചികിത്സയ്ക്കുള്ള ഒരു ക്രൈറ്റീരിയ. ഓക്കെ, ചികിത്സയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് അർബുദം എടുത്താൽ ആദ്യഘട്ടമാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് ചികിത്സിച്ച് മാറ്റാൻ കഴിയും. ചികിത്സകളും ഓരോ ഘട്ടം അനുസരിച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ എയ്ഡ്സിൻ്റെ കാര്യത്തിൽ അതെങ്ങനെയാണ്? എയ്ഡ്സിൻ്റെ കാര്യത്തിലും ഒരു പരിധി വരെ അത് ശരിയാണ്. പക്ഷേ എയ്ഡ്സ് ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. പക്ഷേ വളരെ അഡ്വാൻസ്ഡായി വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷമാണെങ്കിൽ ആ വരുന്ന ഇൻഫെക്ഷൻ ട്രീറ്റ് ചെയ്യാൻ ചിലപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് മാത്രമേ ഉള്ളൂ. പക്ഷേ ചെവിയുടെ ചികിത്സ ഏത് സ്റ്റേജിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ ചെവി കൺട്രോൾ ചെയ്യാവുന്ന മരുന്നുകളുണ്ട്. ഈ വൈറസ് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ള? ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ CD4 എന്ന് പറയുന്ന വെളുത്ത രക്താണുക്കളുണ്ട്. ഇത് നമ്മളുടെ ഒരു ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് എന്ന് പറയുന്ന പോലെ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസാണ് പ്രതിരോധത്തിൻ്റെ. ഇവയെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവയെ നശിപ്പിച്ച് കഴിയുമ്പോൾ സാധാരണ ഒരു CC ബ്ലഡിൽ ഒരു 500 സെല്ലുകളുണ്ടെങ്കിൽ വർഷങ്ങൾ കഴിയും തോറും ഈ രോഗബാധിതൻ്റെ ശരീരത്തിലും ഈ CD4 വെളുത്ത രക്താണുക്കളുടെ എണ്ണം കുറഞ്ഞു വരും. 250 താഴെ വന്നാൽ രോഗങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടും. 100 താഴെയാണെങ്കിൽ സാധാരണ മനുഷ്യർക്കുണ്ടാവാത്ത തരത്തിലുള്ള രോഗങ്ങൾ പോലും അവർക്ക് വരാനുള്ള സാധ്യത കൂടും. അപ്പോൾ നമ്മൾ ചികിത്സിക്കുമ്പോൾ സംഭവിക്കുന്നത് വൈറസിനെ കംപ്ലീറ്റായി സപ്രസ് ചെയ്യുന്നു. CD4ൻ്റെ എണ്ണം കൂടും. ഓക്കെ, ഓൾമോസ്റ്റ് നോർമൽ ആയിട്ടുള്ള പ്രതിരോധ ശക്തി അവർക്ക് കിട്ടുകയും ഓൾമോസ്റ്റ് നോർമൽ ലൈഫ് അവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. എന്നാൽ ഇത് പിന്നീട് നെഗറ്റീവായി തന്നെ തുടരുമെന്നാണോ പറയുന്നത്? പോസിറ്റീവായി തന്നെ തുടരുമെന്നാണോ പറയുന്നത്? പോസിറ്റീവായിട്ട് തുടരും. ഇതുവരെ നമ്മൾ ഈ രോഗാണുവിനെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും നീക്കാനുള്ള ഒരു ചികിത്സ നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ അവർക്ക് എയ്ഡ്സ് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളില്ലാതെ തന്നെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റും. മറ്റൊരു കാര്യം ഡോക്ടർ, ഇപ്പോൾ പലപ്പോഴും ഇതുപോലെ നിയന്ത്രിച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പലരും ആ അസുഖമുള്ള ആളാണ്, എല്ലാ പ്രശ്നങ്ങളും വീണ്ടും നിലനിൽക്കുന്നുണ്ട് എന്ന് സൊസൈറ്റി കരുതുന്ന ഒരവസ്ഥയുണ്ടല്ലോ. ഇന്നിപ്പോൾ ആ അവസ്ഥയുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പറയും ഒരു 80-90% അത് കുറഞ്ഞിട്ടുണ്ട്. കാരണം HIV ബാധിതരായിട്ടുള്ള പലരും സാധാരണ എല്ലാവരും ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്ത് നോർമലായിട്ട് ജീവിക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം ഡോക്ടർ. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പോൾ ചികിത്സകളെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും മരുന്ന് കഴിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതുമാത്രമല്ല കാർഡിയോ പ്രോബ്ലംസിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എയ്ഡ്സിനും അങ്ങനെ തന്നെയാണ് അല്ലേ? എയ്ഡ്സിനെ നമുക്കൊരു ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കാം. പലപ്പോഴും ഒരു ചില ജീവിതശൈലികൾ കൊണ്ട് കൂടിയാണ് വരുന്നതിന് ഒരു പലപ്പോഴും കാരണം. എല്ലാവർക്കും അല്ല, ചിലർക്കെങ്കിലും. ഇതിനും ജീവിതകാലം മുഴുവനാണ് ചികിത്സ. ഒരു ഡയബറ്റീസോ ഹൈപ്പർ ടെൻഷനോ ഉള്ള പോലെ തന്നെ ജീവിതകാലം മുഴുവൻ ചികിത്സ വേണം. ഓക്കെ, ഇതിന് എയ്ഡ്സ് എന്ന വാക്ക് പോലും ഉപയോഗിക്കുന്നത് നമ്മൾ കുറച്ചു എന്ന് നേരത്തെ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഈ ഒരു സ്റ്റിഗ്മ ഒഴിവാക്കാൻ അതൊക്കെ ഒരു പരിധിവരെ സഹായിക്കുന്നുണ്ടാകും. വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ എയ്ഡ്സ് എന്ന വാക്കിന് ഉപയോഗിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എയ്ഡ്സ് എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ ഉടനെ മരണപ്പെടാൻ സാധ്യതയുള്ളവരെ സൂചിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു. ഇന്ന് ചെയ്യുകൊണ്ട് ആരും മരിക്കാൻ പാടില്ല. ഒരു നോർമൽ ലൈഫ് സ്പാനാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി എയ്ഡ്സ് എന്നുള്ള വാക്കിനൊരു പ്രാധാന്യം ഇപ്പോൾ ഇല്ല. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് നമ്മൾ ഈ കാര്യത്തിലും പറയേണ്ടി വരുമല്ലോ. അപ്പോൾ പ്രിവെൻഷന് വേണ്ടിയിട്ട് എന്തെല്ലാം പരിപാടികളാണ് നമുക്കുള്ളത്? പ്രിവെൻഷൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനെപ്പറ്റിയുള്ള അവയർനെസ്. ഒരു വ്യക്തിയുടെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ടത് ABC, അബ്സ്റ്റിനൻസ് ടിൽ യു ഗെറ്റ് മാരീഡ്. ബി ഫെയ്ത്ത്ഫുൾ. ഇത് രണ്ടും പറ്റാത്ത സാഹചര്യങ്ങളിൽ കോണ്ടം, ABC. ഇത് മൂന്നും തുടരുകയാണെങ്കിൽ HIV വരാനൊരു കാരണവും വളരെ അപൂർവമായിട്ടേ വരുള്ളൂ. അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് വരുന്നതോ അല്ലെങ്കിൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനോ മാത്രമേ ഉള്ളൂ. അത് രണ്ടും ഇപ്പോൾ വളരെ അപൂർവമായിട്ടേ ഉണ്ടാകുന്നുള്ളൂ. കാരണം എല്ലാ ബ്ലഡും നമ്മൾ സ്ക്രീൻ ചെയ്തതിന് ശേഷം മാത്രമേ ട്രാൻസ്ഫ്യൂസ് ചെയ്യുന്നുള്ളൂ. അമ്മയിൽ നിന്നും കുട്ടിയിലേക്ക് കേരളത്തിൽ കഴിഞ്ഞ ഒരു 5 വർഷത്തിൽ വളരെ അപൂർവമായിട്ട് 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവർക്ക് പോലും ശരിയായ ചികിത്സ കിട്ടാനുള്ള സാഹചര്യമില്ലാത്ത സാഹചര്യത്തിൽ വന്നത് മാത്രമാണ്. അപ്പോൾ അമ്മയിൽ നിന്ന് കുട്ടിയിലേക്കുള്ള ഒരുവിധം നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രിവെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്നത് ഇപ്പോഴും സെക്ഷൽ ഡ്യൂട്ടി കൂടെ തന്നെയാണ്. ഇത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ്. അതെ. മറ്റൊന്ന്, ഇപ്പോൾ ഇതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ അമ്മയിൽ നിന്ന് കുഞ്ഞിനുണ്ടായി അല്ലെങ്കിൽ പല തരത്തിലുണ്ടാകുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളൊക്കെ നിഷേധിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ?
ഒരു 10 വർഷം മുൻപത്തേക്കാൾ വളരെയധികം വ്യത്യാസമുണ്ട്. ഇപ്പോൾ അടുത്ത കാലത്തൊന്നും അങ്ങനെ ഒരു നിഷേധിക്കുന്നതായിട്ട് എൻ്റെ അറിവിൽ പെട്ടിട്ടില്ല. കുട്ടികളൊക്കെ പഠിക്കുന്നുണ്ട്, കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്, ഈവൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് ജോലിയിൽ എത്തിയിട്ടുള്ളവരുണ്ട്, ഈവൻ വിവാഹ ജീവിതം നയിക്കുന്നവർ വരെ ഉണ്ട്. ഓൾമോസ്റ്റ് നോർമൽ ലൈഫ് സ്റ്റൈൽ അവർക്ക് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഒരു വിവാഹാലോചനയോ ഒക്കെ ആയിട്ട് ചെല്ലുമ്പോൾ ഇത് പലരും മറച്ചു വയ്ക്കുന്ന ഒരവസ്ഥയുണ്ട്. കാരണം പലപ്പോഴും അത് അറിഞ്ഞു കഴിഞ്ഞാൽ ആ വിവാഹം വേണ്ടെന്ന് വെക്കുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്തല്ലേ അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ചെവി ബാധിതനായ ഒരാൾ വിവാഹിതരാവുകയാണെങ്കിൽ ഒന്ന് പ്രോസ്പെക്റ്റീവ് ആയിട്ട് വിവാഹം കഴിക്കാൻ പോകുന്ന ആൾ അത് അറിഞ്ഞിരിക്കണം. പറ്റുമെങ്കിൽ അവർ കൂടി ചെവി പോസിറ്റീവായിട്ടുള്ള ഒരാളുമായിട്ടാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ എന്തായാലും അവർ രണ്ടുപേരും കൂടി അറിഞ്ഞിട്ടതിന് ശേഷം മാത്രമേ അത്രയൊരു വിവാഹബന്ധം പാടുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് വരണമെങ്കിൽ സമൂഹം ഇത്തരമൊരു തുറന്ന ചർച്ചയ്ക്ക് ഉള്ള അവസരം സമൂഹത്തിൽ ഉണ്ടാവണം. അതില്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും ഇത് പുറത്തു പറയാൻ പറ്റാത്ത തരത്തിൽ വരുമ്പോൾ അറിയാതെ സാഹചര്യം. അടുത്തൊരു കോളിലേക്ക് പോകണം. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. നമസ്കാരം സാർ. നമസ്കാരം. അതെ, ഞാൻ ഒരു സംശയം ചോദിക്കാണ്. ഈ എയ്ഡ്സ് രോഗിയായിട്ടുള്ള ഒരു ലേഡീസ് ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ ബന്ധപ്പെടുന്ന ആൾക്ക് എത്ര ദിവസം കൊണ്ടാണ് അയാൾ രോഗിയായിട്ട് മാറുന്നതെന്ന് പറയാൻ പറ്റുമോ? ഒന്ന്, രോഗം ലൈംഗികമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം രോഗം ഉണ്ടായിക്കൊള്ളണം എന്ന് ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ രോഗം രക്തത്തിൽ തിരിച്ചറിയാൻ നമുക്ക് 3 മാസം മുതൽ 6 മാസം വരെ എടുക്കാം. അദ്ദേഹത്തിന് രോഗമുണ്ടെങ്കിൽ തന്നെ എത്ര കാലത്തിന് ശേഷം രോഗലക്ഷണം കാണിക്കുമെന്ന് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ആവറേജ് ഒരു 8 മുതൽ 10 വർഷം വരെ എടുക്കാം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം മാഡം. നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. സാറ്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, സാർ നമ്മുടെ നവമാധ്യമങ്ങളിലൂടെയും മറ്റും നമ്മൾ കേൾക്കുന്നുണ്ട് ഇന്ന കമ്പനിയുടെ ഇന്ന പാനീയങ്ങളിൽ HIV അണുക്കൾ കടന്നുകൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലുള്ള നമ്മുടെ സാധാ കടകളിലുള്ള നാരങ്ങാവെള്ളം ആ നാരങ്ങാവെള്ളം ഉണ്ടാക്കുമ്പോൾ അവരുടെ രക്തം ആ നാരങ്ങാവെള്ളത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുമൂലമോ അങ്ങനെ എന്തെങ്കിലും ഇതുമൂലമോ HIV പോലുള്ള അസുഖങ്ങൾ പകരുമോ എന്നറിയാനാണ് സാധിച്ചത്. HIV ഭക്ഷണത്തിൽ കൂടെ പകരുന്ന ഒരു രോഗമല്ല. HIV രക്തവും തമ്മിൽ HIV ബാധിതനായ ഒരാളുടെ രക്തം ബാധിതനല്ലാത്ത ഒരാളുടെ രക്തത്തിലേക്ക് കടന്നാൽ മാത്രമേ HIV പകരുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മെസ്സേജ് നമുക്ക് കിട്ടിയാൽ അത് ഫോർവേഡ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. HIV ബാധിതരുമായിട്ട് ഒരുപാട് ഇടപഴകിയിട്ടുള്ള ആളാണ് ഡോക്ടർ അല്ലേ? ഒരുപാട് അവർക്ക് ചികിത്സയും സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു കൊടുത്ത ആൾ എന്ന നിലയ്ക്ക് നമുക്ക് പ്രേക്ഷകരോട് ഒരു സന്ദേശം എന്താണ് കൊടുക്കാനുള്ളത്? HIV 100% തടുക്കാവുന്നതും പക്ഷെ അഥവാ ബാധിച്ചാൽ ചികിത്സിക്കാവുന്നതുമായിട്ടുള്ള ഒരു അസുഖമാണ്, മറ്റ് ഏത് അസുഖങ്ങളെ പോലെ തന്നെ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ കണ്ട് പ്രവർത്തിച്ചാൽ 2030 ആകുമ്പോഴേക്കും, ഇതാണ് നമ്മുടെ ടാർഗറ്റ്, 2030 ആകുമ്പോഴേക്കും പുതിയ HIV ഇൻഫെക്ഷൻ ഉണ്ടാവാതെ നോക്കണം. ഉള്ളവർക്ക് എല്ലാവർക്കും ശരിയായ ചികിത്സ കിട്ടണം. ആരും HIV മൂലം മരിക്കരുത്. ഡോക്ടർ, വളരെയധികം നന്ദി. നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.